ഹലോ ഓൾ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ മോക്ക് ടെസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്ത ക്വസ്റ്റ്യൻസിൻ്റെ ഒരു സൊല്യൂഷനാണ്. അപ്പോൾ കുറേ പേർക്ക് നമ്മുടെ പ്രോഗ്രാമറിൽ ഞാൻ ഇട്ടിരിക്കുന്ന കെ മാപ്പിൻ്റെ സൊല്യൂഷനിൽ ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഡൗട്ടിൻ്റെ ഒരു ക്ലിയറൻസ് ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 20 ക്വസ്റ്റ്യൻ ആയിരുന്നു മോക്ക് ടെസ്റ്റിൽ ഇട്ടിരുന്നത്. അതിൽ ഒരു 4-5 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടായിട്ട് തോന്നി. അപ്പോൾ 20 ക്വസ്റ്റ്യനും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, ഫോർ ദി കെ മാപ്പ് ഷോൺ ഇൻ ഗിവൺ ഫിഗർ ദ മിനിമം ബൂലിയൻ ഫംഗ്ഷൻ ഈസ്, ഇങ്ങനെയാണല്ലോ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു കെ മാപ്പ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമൽ കേസിൽ എഴുതേണ്ടത് ഈ കെ മാപ്പിൻ്റെ ഇവിടെ തന്നെ നിങ്ങൾ എഴുതി നോക്കുക. ആക്ച്വലി ഇതെന്താണ്, ഇത് വൈ ബാർ സെഡ് ബാർ, വൈ ബാർ സെഡ്, വൈ സെഡ്, വൈ സെഡ് ബാർ, ഇത് എക്സ് ബാർ എക്സ് എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ നോർമലി ഗ്രൂപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, എങ്ങനെ നമ്മൾ നോർമലി ഗ്രൂപ്പ് ചെയ്യുക, ഈ 4 വണ്ണിൻ്റെ ഒരു ഗ്രൂപ്പ് ചെയ്യും, ഈ 4 വണ്ണിൻ്റെ ഒരു ഗ്രൂപ്പ് ചെയ്യും, ഈ 4 വണ്ണിൻ്റെ ഒരു ഗ്രൂപ്പ് ഇങ്ങനെ ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ നോർമലി ഗ്രൂപ്പ് ചെയ്യുക അല്ലേ. 4ൻ്റെ 3 ഗ്രൂപ്പ് ഉണ്ടാക്കാനാണ് നമ്മൾ ശ്രമിക്കുക, പക്ഷേ ആ ഒരു പോസിബിലിറ്റി ഇതിലില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞ പോസിബിലിറ്റി വരുന്നില്ല അല്ലേ. അപ്പോൾ നമ്മൾ ഏതൊക്കെ രീതിയിൽ ഇനി പോസിബിലിറ്റീസ് ഉണ്ടാക്കാം എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഓപ്ഷൻ എ കിട്ടുന്നുണ്ടോ, ഓപ്ഷൻ ബി കിട്ടുന്നുണ്ടോ, ഓപ്ഷൻ സി കിട്ടുന്നുണ്ടോ, ഓപ്ഷൻ ഡി കിട്ടുന്നുണ്ടോ, ആൻസർ കിട്ടുന്നുണ്ടോ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ. ഓപ്ഷൻ എയിൽ നമുക്ക് സെഡ് ബാർ എന്നുള്ളൊരു കോമ്പണൻ്റ് ഉണ്ട്, സെഡ് ബാർ. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യാൻ പറ്റുമോ നോക്കുക. സെഡ് ബാർ ഫോം ചെയ്യണമെങ്കിൽ നമുക്കിതാ നമ്മളെങ്ങനെയാണ് ഗ്രൂപ്പ് ഫോം ചെയ്യുക. സെഡ് ബാറിൻ്റെ കേസിൽ നമുക്കൊരു ഗ്രൂപ്പ് ഇങ്ങനെ ഫോം ചെയ്യാം. ഇങ്ങനെ ഫോം ചെയ്യുകയാണെങ്കിൽ ആ ഗ്രൂപ്പിൻ്റെ വാല്യൂ എന്തായിരിക്കും എന്ന് പറയാൻ പറ്റുമോ. കോമൺ ആയിട്ട് എക്സും എക്സ് ബാറും ഫുള്ളി നമ്മൾ യൂസ് ചെയ്തു. പിന്നെ വരുന്നത് സെഡ് ബാറാണ്. പിന്നെ എക്സ് ബാർ വൈ ബാർ എന്നുള്ളൊരു ഗ്രൂപ്പ് ഫോം ചെയ്യാൻ പറ്റുമോ നോക്കുക. എന്താണ് എക്സ് ബാർ വൈ ബാർ, ഇവിടെ വരുന്നുണ്ട് അല്ലേ, ഇതല്ല എക്സ് ബാർ വൈ ബാർ. അപ്പോൾ എക്സ് ബാർ വൈ ബാർ എന്നുള്ള ഗ്രൂപ്പ് എനിക്ക് വളരെ ഈസി ആയിട്ട് ഫോം ചെയ്യാൻ പറ്റും. അതുപോലെ വൈ സെഡ് എന്നുള്ളൊരു ഗ്രൂപ്പ് ഫോം ചെയ്യാൻ പറ്റും. വൈ സെഡ് എന്നുള്ള ഗ്രൂപ്പ് ആക്ച്വലി ഇതാണ്, ഇതിനെ ആക്ച്വലി എന്താ റെപ്രസെൻറ്റ് ചെയ്യാം, വൈ സെഡ്. ഓക്കെ, ഇനി നമുക്ക് എക്സ് ബാർ വൈ ബാർ എന്നുള്ളൊരു പോസിബിലിറ്റി ഉണ്ടോ എന്ന് നോക്കുക. എക്സ് ബാർ വൈ ബാർ ആണെങ്കിൽ നമുക്കിത് ആ ഗ്രൂപ്പ് ഇങ്ങനെ ചെയ്യാം. ഇതല്ല ആക്ച്വലി എക്സ് ബാർ വൈ ബാർ, യെസ്. അപ്പോൾ ആക്ച്വലി ഓപ്ഷൻ എ എന്നുള്ളത് നമുക്ക് സ്യൂട്ടബിളായിട്ട് കിട്ടുന്നുണ്ട്. ഇനി നിങ്ങൾ ഓപ്ഷൻ ബി കിട്ടുന്നുണ്ടോ, ഓപ്ഷൻ സി കിട്ടുന്നുണ്ടോ, ഓപ്ഷൻ ഡി കിട്ടുന്നുണ്ടോ ചെക്ക് ചെയ്യുക. അപ്പോൾ ഓപ്ഷൻ ബി കറക്റ്റായിട്ട്, ഓപ്ഷൻ എ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ കീയിൽ കൊടുക്കുന്ന ഓപ്ഷൻ ഡി ആയിരുന്നു. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്ന ഏതാണ്, ഇതിൻ്റെ റിയൽ ആൻസറായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ തന്നിരിക്കുന്ന ഈ 4 ഓപ്ഷൻ വെച്ച് ക്രോസ് ചെക്ക് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ റിയൽ ആൻസർ വരുന്ന ഏതാണ്, ഓപ്ഷൻ എ ആണ്. ക്ലിയർ ആണല്ലോ. ഇതായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്ന ജനറൽ ആയിട്ടുള്ള ഡൗട്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ദ മിനിമൈസ്ഡ് എക്സ്പ്രഷൻ ഫോർ ദി ഗിവൺ കെ മാപ്പ്, ഇതാണ് നമ്മളെ കെ മാപ്പ്. ഇത് നമുക്ക് ഡയറക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പോസിബിൾ ആവുന്ന ഒരു കെ മാപ്പിൻ്റെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇത് ഫസ്റ്റ് ഗ്രൂപ്പ്, ഇത് സെക്കൻഡ് ഗ്രൂപ്പ്, തേർഡ് ഗ്രൂപ്പ് നമുക്ക് ഒരു വണ്ണും കൂടി നമുക്ക് ഗ്രൂപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ തേർഡ് ഗ്രൂപ്പ് ഇങ്ങനെ. അപ്പോൾ നമ്മളിത് ക്രോസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിതിൻ്റെ ആൻസർ കിട്ടും, ഓപ്ഷൻ ഡി എന്ന ആൻസർ കിട്ടും. ചെയ്ത് നോക്കുകയാണെങ്കിൽ യെസ്, ഡി ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഡി ആണ് ഇതിൻ്റെ ആൻസർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, ഇൻ എ ഡിജിറ്റൽ സിസ്റ്റം ദർ ആർ 3 ഇൻപുട്സ് എ ബി ആൻഡ് സി. ദ ഔട്ട്പുട്ട് ഷുഡ് ബി ഹൈ വെൻ അറ്റ്ലീസ്റ്റ് 2 ഇൻപുട്സ് ആർ ഹൈ. ദ ബൂലിയൻ എക്സ്പ്രഷൻ ഫോർ ദി ഔട്ട്പുട്ട് ഈസ്. ഇത് വളരെ ഈസിയാണ്. ഇത് നിങ്ങൾക്ക് ഈ ട്രൂത്ത് ടേബിൾ ഒന്നും വരയ്ക്കേണ്ട. നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ എന്താണ്, 3 വേരിയബിൾ തന്നാൽ നമ്മളൊരു 3 വേരിയബിൾ കെ മാപ്പ് വരയ്ക്കാം അല്ലേ. 3 വേരിയബിൾ കെ മാപ്പിൽ 8 സെൽസ് വരും. അപ്പോൾ എ ബാർ എ വരും, ബി ബാർ സി ബാർ, ബി ബാർ സി, ബി സി ബാർ വരും. അല്ലെങ്കിൽ 0 1 0 0 0 1 1 1 1 0. അപ്പോൾ എന്താ പറയുന്നത്, ഒന്നിൽ കൂടുതൽ വണ്ണുകൾ വരുന്ന സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് ഹൈ എന്ന് പറയുന്നുണ്ട്. ഒന്നിൽ കൂടുതൽ വണ്ണുകൾ വരുന്ന കേസ് നമുക്ക് ഓരോ കേസായിട്ട് നോക്കാം. അപ്പോൾ ഈ ഫസ്റ്റ് കോളം ആക്ച്വലി 0 0 0 ആണ്, അത് 0 ആണ്. 0 0 1 ആണ് രണ്ടാമത്തത്, 0 1 1 ആണ് മൂന്നാമത്തത്. ഒന്നിൽ കൂടുതൽ 1 വന്നു, അത് 1 കൊടുത്തു. 0 1 0 ആണ് നാലാമത്തതിന് 0 കൊടുത്തു. 1 0 0 അതിനും 0 കൊടുത്തു. 1 0 1ന് 1 കൊടുത്തു. 1 1 1ന് 1 കൊടുത്തു. 1 1 0ക്ക് 1 കൊടുത്തു. ഈ 4 കേസിലാണ് ഒന്നിൽ കൂടുതൽ 1 വരുന്നത്. അപ്പോൾ നമുക്ക് 3 ഗ്രൂപ്പ് ഫോം ചെയ്യാം. ഇത് ഫസ്റ്റ് ഗ്രൂപ്പ്, ഇത് സെക്കൻഡ് ഗ്രൂപ്പ്, ഇത് തേർഡ് ഗ്രൂപ്പ്. സോറി, ഇങ്ങനെയല്ല, ഇത് സെക്കൻഡ് ഗ്രൂപ്പ്, തേർഡ് ഗ്രൂപ്പ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ കറക്റ്റ് ആൻസർ കിട്ടും. എന്താ അതിൻ്റെ ആൻസർ വരിക, ബി സി പ്ലസ് എ സി പ്ലസ് എ ബി എന്ന് വരും. ബി സി പ്ലസ് എ സി പ്ലസ് എ ബി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഏതാണ് വരിക, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ വരിക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, ദ ഓപ്പറേഷൻ എക്സ്
എക്സ് എക്സ് ഓർ വൈ ബാർ റെപ്രസെൻറ്റ്. അപ്പോൾ എന്താണ് എക്സ് എക്സ് ഓർ വൈ ബാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എ ബാർ ഇൻറ്റു ബി പ്ലസ് എ ഇൻറ്റു ബി ബാറാണ് എക്സ് ഓർ. അപ്പോൾ എൻ്റെ സ്ഥാനത്ത് നമുക്ക് കിട്ടുന്ന എക്സ് ആണ്, ബീൻ്റെ സ്ഥാനത്ത് വൈ ബാറാണ്. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. എക്സ് ബാർ ഇൻറ്റു വൈ ബാർ പ്ലസ് എക്സ് ഇൻറ്റു വൈ എന്ന് വരും. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ വരിക? ഈ ആൻസർ നമുക്ക് ഒറ്റയടിക്ക് തന്നെ കിട്ടും. ആൻസർ വരുന്ന ഏതാണ്? ഈ ഒരു ഓപ്ഷൻ വരുന്ന ഏതാണ്? ആൻസർ സി. സി അല്ലേ റൈറ്റ് ആൻസർ വരിക? യെസ്, ഡയറക്റ്റ് നമുക്ക് ചെയ്യാം. ഇതിൻ്റെ ആൻസർ ഡയറക്റ്റ് കിട്ടും അല്ലേ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ ടേം എ ബി പ്ലസ് എ സി പ്ലസ് ബി ഇൻറ്റു സി ബാർ. ഇതൊന്നും ചെയ്യാനില്ല, ഇതിൻ്റെ റെഡ്യൂസ്ഡ് ഫോമാണ്. നമുക്ക് ഇത് ശരിക്കും കെ മാപ്പ് വെച്ച് ചെയ്യാം, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഇത് റിഡൻഡൻസി തിയറം അപ്ലൈ ചെയ്താൽ മതി. എന്താ റിഡൻഡൻസി തിയറം? ദർ മസ്റ്റ് ബി 3 വേരിയബിൾ, ഈച്ച് വേരിയബിൾ ഈസ് റിപ്പീറ്റഡ് ട്വൈസ്, ടേക്ക് ദി കോംപ്ലിമെൻറ്റ് വേരിയബിൾ. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കോംപ്ലിമെൻറ്റ് വേരിയബിൾ മാത്രം എടുക്കുക, ഒരു ടേം കട്ടായി പോകും. അപ്പോൾ ഇതാണ് ആക്ച്വലി കോംപ്ലിമെൻറ്റ് വേരിയബിളായിട്ട് നമ്മൾ എടുക്കുന്നത് അല്ലേ. കോംപ്ലിമെൻറ്റ് വേരിയബിളായിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഈ 2 ടേം മാത്രമേ വരുള്ളൂ, ഈ എ ബി എന്നുള്ള ടേം കട്ടായി പോകും. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ വരിക. ഓക്കെ. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ നമ്പർ ഓഫ് ബൂലിയൻ ഫംഗ്ഷൻസ് വിച്ച് ക്യാൻ ബി ജനറേറ്റഡ് വിത്ത് 4 വേരിയബിൾസ്. അപ്പോൾ ഞാനത് തെറ്റായിട്ട് പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. ഇതിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ എങ്ങനെയാണ് ഈ നമ്പർ ഓഫ് ബൂലിയൻ ഫംഗ്ഷൻ വിച്ച് ക്യാൻ ബി ജനറേറ്റഡ് വിത്ത് 4 വേരിയബിൾ? അപ്പോൾ 4 വേരിയബിൾ ഉണ്ടെങ്കിൽ ശരിക്കും നമുക്ക് പോസിബിൾ ആവുന്നത് 0 0 0 0 തൊട്ട് 1 1 1 വരെയുള്ള 16 കേസസ് ആണ് അല്ലേ. പക്ഷേ ഈ 16 കേസസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ വരിക? എ ബാർ ബി ബാർ സി ബാർ ഡി ബാർ ടു എ ബി സി ഡി, ഇങ്ങനെയാണ് 16 സീക്വൻസ് വരിക അല്ലേ. പക്ഷേ ഈ 16 സീക്വൻസ് മാത്രമല്ല പോസിബിൾ ആവുക. ഇപ്പോൾ ഇത്രയും ബൂലിയൻ എക്സ്പ്രഷനിൽ നമുക്ക് എ എന്നുള്ളൊരു ബൂലിയൻ എക്സ്പ്രഷൻ, എ ബാർ എന്നുള്ളൊരു ബൂലിയൻ എക്സ്പ്രഷൻ, ബി ബി ബാർ, സി സി ബാർ, ഡി ഡി ബാർ, ഇതൊക്കെ പോസിബിൾ ആവും. ഇതുപോലെ എ ബാർ ബി ബാർ പോസിബിൾ ആവും, എ ബാർ ബി പോസിബിൾ ആവും, എ ബി ബാർ പോസിബിൾ ആവും, എ ബി പോസിബിൾ ആവും. ഇതുപോലെ ബി ബാർ സി ബാർ പോസിബിൾ ആവും, ബി ബാർ സി പോസിബിൾ ആവും, ബി സി, അങ്ങനെ കുറേ പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും പോസിബിലിറ്റീസ് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക, 2n അല്ല പോസിബിലിറ്റി, 2n ആണ് നമ്മൾ ഇക്വേഷൻ. ആ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ 2n എന്ന് പറഞ്ഞാൽ 16 ആണ്, 216 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 216 എന്ന് പറഞ്ഞാൽ 65,536, അതാണ് ആൻസർ വരിക. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ കോൺസെപ്റ്റ് കാര്യം ക്ലിയർ ആയിട്ടുണ്ടാവും. 16 മാത്രമല്ല, ഇപ്പോൾ എ ബാർ എന്ന് മാത്രം എടുക്കുകയാണെങ്കിൽ, ബി ബാർ എന്ന് മാത്രം എടുക്കുകയാണെങ്കിൽ അതൊക്കെ ഓരോരോ വേരിയബിളാണ്. അപ്പോൾ 65,536 വ്യത്യസ്ത കോമ്പിനേഷൻസ് നമുക്ക് കിട്ടും. അപ്പോൾ ഓപ്ഷൻ ഏതാണ് വരിക? ഡി ആണ് റൈറ്റ് ആൻസർ വരിക. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ സിംപ്ലിഫൈഡ് ബൂലിയൻ എക്സ്പ്രഷൻ ഫ്രം ദി കെ മാപ്പ് ഗിവൺ ഇൻ ഫിഗർ. ഇതിൽ നിന്ന് നമുക്ക് സിംപ്ലിഫൈഡ് ബൂലിയൻ എക്സ്പ്രഷൻ വളരെ ഈസിയായിട്ട് കണ്ടുപിടിക്കാം. ഇത് ഫസ്റ്റ് ഗ്രൂപ്പ്, ഇത് സെക്കൻഡ് ഗ്രൂപ്പ്, ഇത് തേർഡ് ഗ്രൂപ്പ്. ഇത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ആൻസർ കിട്ടും. ഓപ്ഷൻ എ എന്ന് നമുക്ക് റൈറ്റ് ആൻസർ കിട്ടും. ഇതൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ചെയ്യാവുന്നതാണ്. ഓപ്ഷൻ എ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ദ ഫിഗർ ഷോൺ ദ മിനിമൈസർ എക്സ്പ്രഷൻ ഫോർ കെ മാപ്പ്. ഇത് അതുപോലെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഗ്രൂപ്പ് ചെയ്യാം. ഈ 8 എലമെൻ്റ് ഒരു ഗ്രൂപ്പ് ആദ്യം ഉണ്ടാക്കാം. 8 എലമെൻ്റ് ഓൾറെഡി ഗ്രൂപ്പിൽ വന്നു. പിന്നെ നമുക്ക് പോസിബിൾ ആവുന്ന ഒരു ഗ്രൂപ്പ്, ഈ 4 എലമെൻ്റ് ഒരു ഗ്രൂപ്പ്. ഇത്ര മാത്രം പോരെ, വണ്ണുകളൊക്കെ ഗ്രൂപ്പിൽ വന്നാൽ മതി. അപ്പോൾ ഏതായിരിക്കും ഇതിന് ആൻസർ വരിക? അതിൻ്റെ ആൻസർ നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ആൻസർ കിട്ടി. ഇതിൻ്റെ ആൻസർ എന്താണ്? എ പ്ലസ് ബി ബാർ ഇൻറ്റു സി, അതായത് ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ വരിക. 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 9ാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്കൊരു ടേബിൾ വന്നിട്ടുണ്ട്, അതിനെ മാച്ച് ചെയ്യാനാണ് പറയുന്നത് അല്ലേ. ഇതെങ്ങനെ മാച്ച് ചെയ്യുമെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാം അറിയണമെന്നില്ല, നമുക്ക് അറിയാവുന്നൊരു കേസ് നോക്കാം. അപ്പോൾ എ എക്സ് ഓർ ബി ഈക്വൽ ടു 0, ഇതാണ് നമ്മുടെ കണ്ടീഷൻ അല്ലേ. എ എക്സ് ഓർ ബി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഏത് പോസിബിലിറ്റി ആയിരിക്കും? എ എക്സ് ഓർ ബി ഈക്വൽ ടു 0 ആണെങ്കിൽ എന്താണ്? എക്സ് ഓർ ഗേറ്റ് ആണ്. എക്സ് ഓർ ഗേറ്റിൽ എപ്പോഴും എയും ബിയും ഈക്വൽ ആവുന്ന സമയത്ത് മാത്രമേ എനിക്ക് 0 കിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ആൻസർ ഏതാണ്? 2 ആണ്. അപ്പോൾ എ എന്നുള്ളത് 2 ആയിട്ട് വരുന്ന 2 പോസിബിലിറ്റി ഉള്ളത് ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും. അതിലേതോ ഒന്നാണ് റൈറ്റ് ആൻസർ നമുക്കറിയാം. ഇനി നിങ്ങൾ നോക്ക്, എ എക്സ് ഓർ ബി നോട്ട് ഈക്വൽ ടു 0. എ എക്സ് ഓർ ബി നോട്ട് ഈക്വൽ ടു 0, എ എക്സ് ഓർ ബി അല്ല, എ പ്ലസ് ബി ഹോൾ കോംപ്ലിമെൻറ്റ് നോട്ട് ഈക്വൽ ടു 0. എ പ്ലസ് ബി ഹോൾ കോംപ്ലിമെൻറ്റ് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നമുക്ക് ഡൗട്ട് വരാം. അപ്പോൾ അടുത്ത പോസിബിലിറ്റി നോക്കുക, എ ബാർ ബി ഈക്വൽ ടു 0. എന്താണ് ഈ എ ബാർ ബി ഈക്വൽ ടു 0? എ ബാർ ബി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എയും ബിയും സെയിം ആയാൽ, എയും ബിയും സെയിം ആയാൽ മാത്രമേ ആക്ച്വലി എ ബാർ ഇൻറ്റു ബി എന്നുള്ളത് എന്താവുള്ളൂ? 0 ആവുള്ളൂ. അപ്പോൾ ബേസിക്കലി നമുക്ക് എങ്ങനെ പറയാം? എ ബാർ ബി ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻ വരികയാണെങ്കിൽ ഏതായിരിക്കും
എയും ബിയും സെയിം ആണെങ്കിൽ എന്താ ആക്ച്വലി സംഭവിക്കുക? എയും ബിയും സെയിം ആണെങ്കിൽ എ ഈക്വൽ ടു 1ഉം ബി ഈക്വൽ ടു 1ഉം ആണെങ്കിൽ ഈ ആൻസർ കറക്റ്റ് ആവുമോ? ആക്ച്വലി എന്താ വരിക? 0 × 1, അത് കറക്റ്റാണ്. അപ്പോൾ ഇത് നമുക്ക് പറയാൻ പറ്റില്ല. മൂന്നാമത്തെ ഓപ്ഷൻ അവിടെ നിൽക്കട്ടെ. ഇനി നിങ്ങൾ നോക്ക്, ഇതിൽ നമുക്ക് അറിയാവുന്ന ഒരു പോസിബിലിറ്റി, ഒന്നാമത്തെ ഓപ്ഷൻ വെച്ച് നമ്മളിപ്പോൾ ക്രോസ് ചെക്ക് ചെയ്തു, നാലാമത്തെ ഓപ്ഷൻ വെച്ച് ക്രോസ് ചെക്ക് ചെയ്തൂടെ? വാട്ട് ഈസ് എ എക്സ് ഓർ ബി ഈക്വൽ ടു 1? എ എക്സ് ഓർ ബി ഈക്വൽ ടു 1 ആണെങ്കിൽ നമുക്കറിയാം ആ കണ്ടീഷൻ എന്താണ്. ആ കണ്ടീഷൻ വളരെ ക്ലിയർ ആണ്. എ എക്സ് ഓർ ബി 1 ആണ്. എ എക്സ് ഓർ ബി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ പോലെ തന്നെ എ എക്സ് ഓർ ബി 1 ആണെങ്കിൽ എയും ബിയും നോട്ട് ഈക്വൽ ആണ്. അപ്പോൾ എ എന്നുള്ളത് 2ഉം ഡി എന്നുള്ളത് 1ഉം വരുന്ന ആൻസർ ഉണ്ടോ നോക്കുക. അത് ഓപ്ഷൻ ബി ആണ്. ബാക്കിയൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല. ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്തത് 9ാമത്തെ ക്വസ്റ്റ്യനാണ് ചെയ്തത്. അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഈസ് എ മിനിമൽ ലോജിക് എക്സ്പ്രഷൻ കറസ്പോണ്ടിങ് ടു ദ ഗിവൺ കെ മാപ്പ്? അപ്പോൾ നമ്മൾ ബേസിക്കലി ഈ കെ മാപ്പ് വരയ്ക്കുമ്പോൾ നമ്മൾ ഗ്രൂപ്പ്സ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ആദ്യം ഏറ്റവും വലിയ ഗ്രൂപ്പ് ഉണ്ടാക്കും അല്ലേ. പിന്നെ ബാക്കി ഇങ്ങനൊരു ഗ്രൂപ്പ്, ഇങ്ങനൊരു ഗ്രൂപ്പ്, ഇങ്ങനൊരു ഗ്രൂപ്പ്, ഇങ്ങനൊരു ഗ്രൂപ്പ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ഇവിടെ ആക്ച്വലി ഈ 4 എലമെൻറ്റിൻ്റെ ഒരു ഗ്രൂപ്പ് ആവശ്യമുണ്ടോ? ഈ റെഡ് കളറിൽ ഞാൻ മാർക്ക് ചെയ്തിരുന്ന ഗ്രൂപ്പ് നെസസറി ആണോ? നെസസറി അല്ല. കാരണം അങ്ങനെ ഒരു ഗ്രൂപ്പ് വരുമ്പോൾ നമ്മൾ എക്സ്പ്രഷൻ അത്രയും വലുതാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കെ മാപ്പ് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. 4 ഗ്രൂപ്പുകൾ വരും, 2 എലമെൻറ്റ് വെച്ചുള്ള 4 ഗ്രൂപ്പുകൾ. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബിയിലാണ് നമുക്കിതിൻ്റെ കറക്റ്റ് ആൻസർ കിട്ടുന്നത്. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. അത് കുറച്ച് ട്വിസ്റ്റഡ് ആണ്. പെട്ടെന്നൊന്നും ആൻസർ കിട്ടില്ല. പെട്ടെന്ന് ആൻസർ കിട്ടില്ല എന്ന് പറയാൻ ഇത് കുറച്ച് വർക്കൗട്ട് ചെയ്യേണ്ട സെഷനാണ്. അപ്പോൾ നമുക്ക് 11ാമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ഈസ് ദി ബൂലിയൻ എക്സ്പ്രഷൻ ഫോർ ദി ട്രൂത്ത് ടേബിൾ ഷോൺ ബിലോ എന്ന് വെച്ച്. അപ്പോൾ ഈ ട്രൂത്ത് ടേബിൾ നമുക്ക് ഡയറക്റ്റ് ബൂലിയൻ എക്സ്പ്രഷൻ എഴുതാം. എന്താ വരിക? എ ബാർ ഇൻറ്റു ബി സി പ്ലസ് എ ഇൻറ്റു ബി ഇൻറ്റു സി ബാർ എന്ന് വരും. കാരണം ലോജിക്കലി എഫ് ഹൈ ആവുന്ന 2 കേസസ് നമ്മൾ എഴുതി. ഇത് നമ്മൾ കോമൺ ആയിട്ട് ബിയെ കോമൺ ആയിട്ട് പുറത്തെടുക്കുകയാണെങ്കിൽ എ ബാർ ഇൻറ്റു സി പ്ലസ് എ ഇൻറ്റു സി ബാർ എന്ന് കിട്ടും. അപ്പോൾ ഇത് ഏതിന് ഇക്വാലൻ്റ് ആയിട്ടുള്ള സർക്യൂട്ടാണെന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഏതിന് ഇക്വാലൻ്റ് ആയിട്ടാണ് ഈ വാല്യൂ വരിക നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഈ 4 ഓപ്ഷൻ വെച്ചൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഞാൻ ആദ്യം എടുക്കുന്നതെങ്കിൽ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. എന്താ വരിക? ബി ഇൻറ്റു എ ബാർ പ്ലസ് എ ഇൻറ്റു സി ബാർ, അതായത് എ ഇൻറ്റു എ ബാർ ആദ്യം ചെയ്യുക, എ ഇൻറ്റു സി ബാർ രണ്ടാമത് ചെയ്യുക, പ്ലസ് എന്താ വരിക? സി ഇൻറ്റു എ ബാർ അല്ലെങ്കിൽ എ ബാർ ഇൻറ്റു സി പ്ലസ് സി ഇൻറ്റു സി ബാർ. അപ്പോൾ നമ്മളിത് സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ കിട്ടും ഈ ഫോം തന്നെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾ ഈ 4 ഓപ്ഷനും ചെക്ക് ചെയ്ത് നോക്കണം. ആദ്യം ഓപ്ഷൻ എ ചെക്ക് ചെയ്യുക, കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ നോക്കുക. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ആൻസർ വരും. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാ വരിക? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ വരിക. 12ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബൂലിയൻ അൽജിബ്ര റൂൾ ഈസ് കറക്റ്റ്? എ ഇൻറ്റു എ ബാർ ഈക്വൽ ടു 1, എ പ്ലസ് എ ബി ഈക്വൽ ടു എ പ്ലസ് ബി, എ പ്ലസ് എ ബാർ ഇൻറ്റു ബി ഈക്വൽ ടു എ പ്ലസ് ബി, എ പ്ലസ് എ പ്ലസ് ബി ഈക്വൽ ടു ബി. നമ്മൾ പഠിച്ചാണ് എ പ്ലസ് എ ബാർ ഇൻറ്റു ബി ഈക്വൽ ടു എ പ്ലസ് ബി എന്നുള്ള കണ്ടീഷൻ പഠിച്ചാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ വരിക. 13, വാട്ട് ആർ ദി അൾട്ടിമേറ്റ് പ്രോസസ് ഓഫ് മിനിമൈസിങ് ലോജിക് എക്സ്പ്രഷൻ? ടു ഗെറ്റ് സ്മോൾ സൈസ് എക്സ്പ്രഷൻ, ടു റെഡ്യൂസ് നമ്പർ ഓഫ് വേരിയബിൾസ് ഇൻ ദി ഗിവൺ എക്സ്പ്രഷൻ. ഇത് ശരിയാണ്. നമ്പർ ഓഫ് വേരിയബിൾസ് ഇൻ ദി ഗിവൺ എക്സ്പ്രഷൻ എന്നുള്ളത് പോസിബിൾ അല്ല. വേരിയബിൾസിന് എണ്ണം കുറയ്ക്കാൻ പറ്റില്ല. ടു ഇംപ്ലിമെൻറ്റ് ദി ഫംഗ്ഷൻ ഓഫ് ബൂലിയൻ എക്സ്പ്രഷൻ വിത്ത് ലീസ്റ്റ് ഹാർഡ്വെയർ, ഇതും കറക്റ്റാണ്. ടു റെഡ്യൂസ് ദി എക്സ്പ്രഷൻ ഫോർ മേക്കിംഗ് ഇറ്റ് ഫീസിബിൾ ഫോർ ഹാർഡ്വെയർ ഇംപ്ലിമെൻറ്റേഷൻ, ഇതും കറക്റ്റാണ്. അപ്പോൾ ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് എന്താ? 1 ഓൺലി, ഇത് തെറ്റല്ലേ? ഓപ്ഷൻ കൊടുത്തത് 2 and 3, ഇതും തെറ്റല്ലേ? 2 കറക്റ്റ് ആൻസർ അല്ല. 3 ഓൺലി, ഇതും തെറ്റാണ്. അപ്പോൾ 3 and 4 ആണ് കറക്റ്റ് ആൻസർ വരിക. 3 and 4, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരിക. ക്ലിയർ ആണല്ലോ? ഏറ്റവും സ്യൂട്ടബിൾ ആൻസറാണ് നമ്മൾ എഴുതിയത്. 14, മാച്ച് ലിസ്റ്റ് 1 and ലിസ്റ്റ് 2 ആൻഡ് സെലക്ട് ദ കറക്റ്റ് ആൻസേഴ്സ് യൂസിങ് കോഡ് ഗിവൺ ബിലോ ദ ലിസ്റ്റ്. ആൻഡ് ഗേറ്റ്, ഓർ ഗേറ്റ്, നോട്ട് ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളാണ്. ആൻഡ് ഗേറ്റ് ആണെങ്കിൽ ബൂലിയൻ മൾട്ടിപ്ലിക്കേഷൻ, ഓർ ഗേറ്റ് ആണെങ്കിൽ ബൂലിയൻ അഡീഷൻ, നോട്ട് ഗേറ്റ് ആണെങ്കിൽ ബൂലിയൻ കോംപ്ലിമെൻറ്റേഷൻ. അപ്പോൾ ഏതാ അതിൻ്റെ ആൻസർ വരിക? ഓപ്ഷൻ സി വിൽ ബി ദി റൈറ്റ് ആൻസർ. 3, 2, 1. ഓക്കെ. 15ാമത്തെ ക്വസ്റ്റ്യൻ, ഫോർ ദി ഫംഗ്ഷൻ ദ കെ മാപ്പ് ഷോൺ ബിലോ ദ മിനിമൽ ബൂലിയൻ എക്സ്പ്രഷൻ ഈസ്. ഈ കെ മാപ്പ് വളരെ ഈസിയാണ്. 4ൻ്റെ ഒരു ഗ്രൂപ്പ്, 2ൻ്റെ ഒരു ഗ്രൂപ്പ്. നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ആൻസർ കിട്ടും. സി പ്ലസ് എ ബാർ ഇൻറ്റു ബി എന്ന് ആൻസർ കിട്ടും. സി പ്ലസ് എ ബാർ ഇൻറ്റു ബി. ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ. 16ാമത്തെ ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് ബൂലിയൻ ഫംഗ്ഷൻ ദാറ്റ് ക്യാൻ ബി ജനറേറ്റഡ് ബൈ n വേരിയബിൾ ഈസ് ഈക്വൽ ടു. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു 4 വേരിയബിൾ ആണെങ്കിൽ
65,536 പോസിബിലിറ്റി ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് 2 raised to n പോസിബിലിറ്റീസ് നമുക്കുണ്ട്. അതായത് ഏതാ ആൻസർ വരിക? ഓപ്ഷൻ ബി വിൽ ബി ദി റൈറ്റ് ആൻസർ. 2 raised to ആണത് വായിക്കുക കേട്ടോ. യെസ്. 17ാമത്തെ ക്വസ്റ്റ്യൻ, ദ ബൂലിയൻ എക്സ്പ്രഷൻ ഫോർ ദി ട്രൂത്ത് ടേബിൾ ഷോൺ ബിലോ. ഇതും സെയിം ആണ്. നമുക്ക് 2 കേസാണ് വരിക. ഇവിടെ 2 കേസ് എന്ന് പറയുമ്പോൾ ഏതാ? എ ബാർ ഇൻറ്റു ബി സി പ്ലസ് എ ബി ഇൻറ്റു സി ബാർ. ഇതേ കേസ് നമുക്ക് വരിക. ബി നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുക്കുകയാണെങ്കിൽ എന്താ വരിക? സി എ ബാർ ഇൻറ്റു സി പ്ലസ് എ ഇൻറ്റു സി ബാർ എന്ന് വരും. ഇതിനെങ്ങനെ എഴുതാം? എ ബാർ ഇൻറ്റു സി പ്ലസ് എ ഇൻറ്റു സി ബാർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ? എ ബാർ ബി പ്ലസ് എ ബി ബാർ പോലെ, എ എക്സ് ഓർ ബി എഴുതുന്ന പോലെ. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാമെന്ന് ചോദിക്കുകയാണെങ്കിൽ എ ബാർ ഇൻറ്റു സി പ്ലസ് എ ഇൻറ്റു സി ബാർ എന്നുള്ള ടേമിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ പ്ലസ് സി ഇൻറ്റു എ ബാർ പ്ലസ് സി ബാർ എന്ന് എഴുതാം. എങ്ങനെ ഞാൻ എഴുതിയത് നോക്കണേ. 18ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക. ദ എക്സ്പ്രഷൻ y ഈക്വൽ ടു എ ബി ഈസ് ഇക്വാലൻ ടു. ഇത് ആക്ച്വലി ആ പ്രിൻറ്റിങ്ങിൽ വന്ന മിസ്റ്റേക്കാണ്. y ഈക്വൽ ടു എ ബി ഇക്വാലൻ ടു എന്ന് പറഞ്ഞാൽ എ ബി തന്നെയാണ് ആൻസർ വരിക. അപ്പോൾ y ഈക്വൽ ടു എ ബി അല്ല ക്വസ്റ്റ്യനിൽ ആക്ച്വലി കൊടുത്തിരിക്കുന്നത്. y ഈക്വൽ ടു എ ബി കോംപ്ലിമെൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇതിൻ്റെ ഓപ്ഷൻ എ കറക്റ്റ് ആവുക. ഡി മോർഗൻസ് ലോ അപ്ലൈ ചെയ്താൽ എ ബാർ പ്ലസ് ബി ബാർ വരും. അപ്പോൾ ഇത് ക്വസ്റ്റ്യനിലുള്ള മിസ്റ്റേക്കാണ്. ഞാൻ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ഇട്ടിരുന്നത്. ഓപ്ഷൻ എ ആവണമെങ്കിൽ ഇത് എ ബി ഹോൾ ബാർ ആണ്, എ ബി അല്ല. ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിൻ്റെ റൈറ്റ് ആൻസർ വരിക ഓപ്ഷൻ ഡി തന്നെയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, അത് എനിക്ക് പറ്റിയ മിസ്റ്റേക്കാണ്. ഓക്കെ. 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് ബൂലിയൻ എക്സ്പ്രഷൻ എ ബി സി ബാർ ഡി ബാർ പ്ലസ് എ ബി സി ഡി ബാർ പ്ലസ് എ ബി സി ബാർ ഡി പ്ലസ് എ ബി സി ഡി. ഇത് നമുക്ക് നോർമലി നമുക്ക് എന്തിൽ ചെയ്യാം? ഒരു 4 വേരിയബിൾ കെ മാപ്പ് വെച്ച് തന്നെ ചെയ്യാം. ഇതൊക്കെ നിയറസ്റ്റ് ആയിട്ടുള്ള ടേമാണ്, 4 എണ്ണം വരും. അപ്പോൾ എ ബി സി ബാർ ഡി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഗ്രൂപ്പാണ് വരിക. 4 വണ്ണുകൾ ഇങ്ങനെ വരും. ഇങ്ങനെ വരികയാണെങ്കിൽ എന്താ വരിക? അത് ഇതിപ്പോൾ എ ബി വരും. വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അത് 4 വേരിയബിൾ കെ മാപ്പിൽ ഒരു സെയിം റോൾ വരുന്ന എലമെൻറ്റ്സ് ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ വരിക. അപ്പോൾ 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ മിനിമൽ സം ഓഫ് പ്രൊഡക്റ്റ് ഫോം. ഇത് ചെയ്യണമെങ്കിൽ ആക്ച്വലി ഇതിനെ സ്റ്റാൻഡേർഡ് എസ് ഒ പിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. സ്റ്റാൻഡേർഡ് എസ് ഒ പി എന്താ? എ ബി ബാർ സി ഡി പ്ലസ് എ ബി ബാർ സി ഡി പ്ലസ് എ ബി ബാർ സി ഡി ബാർ. അതായത് ഈ ടേമിനെ ഞാൻ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. പ്ലസ് എ ബാർ ബി ബാർ സി ഡി പ്ലസ് എ ബാർ ബി ബാർ സി ഡി ബാർ. ഈ ടേമിനെ നമ്മൾ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. പ്ലസ് എ ബി സി ഡി പ്ലസ് എ ബാർ ബി സി ഡി. ഇത് ഞാൻ കെ മാപ്പ് എടുത്ത് ചെയ്താൽ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. കെ മാപ്പ് ചെയ്ത് നമുക്ക് ഓപ്ഷൻ ബി എന്ന് റൈറ്റ് ആൻസർ കിട്ടും. നമ്മൾ ചെയ്ത് നോക്കുക. ഓക്കെ. അപ്പോൾ ഇതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. 20 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. 20 ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ കോൺസെപ്റ്റ്.